തെക്കേ അറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ഗ്രാമീണ നിഷ്കളങ്കതയുടെ പച്ചപ്പ് പുതച്ചു നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമമുണ്ട്, ചെങ്കൽ. പേര് സൂചിപ്പിക്കും പോലെ ചുവന്ന മണ്ണിന്റെയും ഇഷ്ടികകളുടെയും നാടല്ല ഇന്നിത്. മറിച്ച് വാനോളം ഉയർന്നു നിൽക്കുന്ന ഒരു മഹാശിവലിംഗത്തിന്റെ പേരിൽ ലോകശ്രദ്ധയെ ആകർഷിച്ച പുണ്യഭൂമിയാണ്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും ആരവങ്ങളിൽ നിന്നും മാറി കൃഷ്ണശിലയുടെ തണുപ്പും കർപ്പൂരഗന്ധവും ലയിച്ചു ചേർന്ന അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓരോ ഭക്തനും അനുഭവിക്കുന്നത് വെറുമൊരു ക്ഷേത്ര ദർശനമല്ല, മറിച്ച് ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു തീർത്ഥാടനമാണ്. എനിക്കിവിടെ വരുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഉണ്ടാവുന്നത്. വരുമ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹിക്കും, അത് നടക്കും. അപ്പോൾ നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, ഹാപ്പിനെസ് ഉണ്ട്, മനസ്സിന് നല്ലൊരു അനുഗ്രഹമാണ്. ഇവിടെ വരുമ്പോൾ ഒരു അനുഗ്രഹം കിട്ടുന്നുണ്ട്, നല്ലൊരു പ്രതീതിയാണ് വരുന്നത്. പിന്നെ ശിവലിംഗം കാണുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം കാണാറുണ്ട്, അതൊരു നല്ലൊരു അനുഭൂതിയാണ്. പിന്നെ ഇപ്പോൾ അപ്പുറത്തൊരു ലിംഗം വന്നിട്ടുണ്ട്, അതും നമുക്കൊരു അനുഭൂതിയാണ്. ഇവിടെ വരുമ്പോൾ നല്ലൊരു അനുഭൂതിയാണ് ഉണ്ടാവാറുള്ളത്. നമുക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയാണ്. നമുക്ക് അങ്ങനെ വിഷമം വരുമ്പോൾ ഞാൻ ഇവിടെ വരാറുണ്ട്. വരുമ്പോൾ നമുക്ക് നല്ലൊരു സംതൃപ്തി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ശിവനെന്ന് പറഞ്ഞാൽ സർവ്വ ഇതിൻ്റെയും ആളാണ്. അപ്പോൾ പിന്നെ എനിക്ക് ആ മനസ്സ് വേദനിക്കുമ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ആ സംതൃപ്തി കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് വരാനായിട്ടുള്ള ഒരു ഉണ്ടാവുന്നത് മനസ്സിലെ. അങ്ങനെ നല്ല ഇതാണ്. നമ്മൾ വേറൊരിടത്തും കാണാത്ത രീതിയിലുള്ള ഗണപതിയുടെ പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഗണപതിയുടെ തന്നെ കുറേ ഗണപതികളാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ നാഗരുടേത് എല്ലാം കൊണ്ടും നമ്മൾ എന്ത് നേർന്നാലും ഇവിടെ സാധിച്ചു തരുന്ന രൂപമാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടും നല്ല ഇതാണ്. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ കൂടെ ഇത് ഇവിടെ വരാറുണ്ട്. മനസ്സ് വേദനിക്കുമ്പോഴെല്ലാം ഞങ്ങൾ നടയിൽ വരാറുണ്ട്, സ്ഥിരമായിട്ട് വരാറുണ്ട്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം നടന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട്. മക്കളെ കാര്യമായിരുന്നാലും സാമ്പത്തികമായിട്ടായിരുന്നാലും മനസ്സിൽ വിഷമം ഉണ്ടായിരിക്കുമ്പോഴായാലും കുടുംബത്തിലെ പ്രശ്നങ്ങളായാലും എന്ത് ഞാൻ മനസ്സുരുകി പ്രാർത്ഥിച്ചാലും അത് നടക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ കുടുംബമായിട്ട് എപ്പോഴും ഇവിടെ വരാറുണ്ട്. ഈ ഉത്സവ സമയത്ത് മാത്രമല്ല, ഞങ്ങൾ സ്ഥിരം ഇവിടെ വരാറുണ്ട്. വന്ന് കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് മക്കളുമായിട്ടൊക്കെ അവിടെ കളിച്ച് അങ്ങനെയാണ് തിരിച്ചു പോവാറ്. ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു കുടുംബ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകില്ലേ, ആ ഒരു ഇതാണ്, ഒരു വൈബാണ് ഇവിടെ വരുമ്പോൾ നമുക്ക്. നമുക്ക് പിന്നെ മനസ്സിന് ശാന്തിയും സമാധാനവും ഇവിടെ കിട്ടും വന്ന, അത് ഉറപ്പാണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ശിവലിംഗമൊക്കെ കാണാൻ നല്ല രസമാണ്. എനിക്ക് ഇനിയും വരാൻ തോന്നുന്നുണ്ട്. അവിടെ കുറേ മഹാദേവൻ്റെ ലിംഗങ്ങൾ കണ്ടു, കുറേ ഗണപതിയുടെ ലിംഗങ്ങളൊക്കെ കണ്ടു. ഇതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ശാന്തതയും സമാധാനവും ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഉത്സവ സമയത്താണ് ഏറ്റവും ഭംഗിയുള്ളത്. എനിക്ക് ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. ദക്ഷിണ കൈലാസം എന്ന് വിശേഷിപ്പിക്കാവുന്ന ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്കും വാസ്തുവിദ്യാ വിസ്മയങ്ങളിലേക്കും ആത്മീയ രഹസ്യങ്ങളിലേക്കും നടത്തുന്ന ഒരു ദീർഘയാത്രയാണ്. നെയ്യാറ്റിൻകരയുടെ ഗ്രാമവീഥികളിലൂടെ സഞ്ചരിച്ച് ക്ഷേത്ര കവാടത്തിന് മുന്നിലെത്തുമ്പോൾ ആദ്യം കണ്ണിലുടക്കുന്നത് ആകാശത്തെ തൊട്ടുരുമി നിൽക്കുന്ന മഹാശിവലിംഗത്തിന്റെ ഗാംഭീര്യമാണ്. 111.2 അടി ഉയരത്തിൽ പ്രപഞ്ചശക്തി മുഴുവൻ ആവാഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ നിർമ്മിതി മനുഷ്യന്റെ ഭക്തിയും സാങ്കേതിക വിദ്യയും ഒന്നിക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതമാണ്. ക്ഷേത്ര പരിസരത്തേക്ക് കാലെടുത്തു വെക്കുമ്പോൾ തന്നെ പഞ്ചേന്ദ്രിയങ്ങളെയും ഉണർത്തുന്ന ഒരു അനുഭൂതി ലഭിക്കുന്നു. കൽച്ചുമരുകളിൽ തട്ടിത്തഴുകി വരുന്ന കാറ്റിൽ പൂജാദ്രവ്യങ്ങളുടെയും ചുറ്റുമുള്ള കൃഷിയിടങ്ങളിലെ പേരറിയ പൂക്കളുടെയും നറുമണം, കാതുകളിൽ അലയടിക്കുന്ന ഓംകാരധ്വനി. ചുറ്റമ്പലത്തിനു പുറത്ത് വെള്ളമണൽ വിരിച്ച വിശാലമായ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ പാദങ്ങളിൽ അനുഭവപ്പെടുന്ന തണുപ്പ് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശാന്തമാക്കുന്നു. ഓരോ കവാടത്തിനും മുകളിലായി ശില്പചാരുത നിറഞ്ഞ ഗോപുരങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. കിഴക്കുഭാഗത്തെ പ്രധാന ഗോപുരം കടന്ന് അകത്തെത്തുമ്പോൾ 70 കരിങ്കൽ തൂണുകളിൽ തീർത്ത നമസ്കാര മണ്ഡപം പ്രാചീന ക്ഷേത്രങ്ങളുടെ പ്രൗഢി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ കാലം നിശ്ചലമാവുകയാണ്. ഭക്തിയും കലയും മാത്രം സംസാരിക്കുന്ന ഒരിടം. നമുക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ നമുക്ക് ഇവിടെ ഒന്ന് തൊഴുതിട്ട് ദർശനം കിട്ടി. സന്തോഷപൂർവ്വമാണ് എല്ലാവരും തന്നെ പോകുന്നത്. കൂടാതെ നമുക്കിവിടെ പ്രധാനമായിട്ട് വരുന്ന വഴിപാടെന്ന് വെച്ചാൽ ഉമാമഹേശ്വര പൂജയാണ്. വിവാഹതടസ്സം നേരിടുന്ന എല്ലാവരും തന്നെ ഉമാമഹേശ്വര പൂജ ചെയ്ത് വിവാഹം നടക്കുന്നവരും ഉണ്ട്. രണ്ടാമത് 32 ഭാവത്തിലുള്ള ഗണപതി അമ്പലം. അവിടെ 32 ഭാവത്തിലുള്ള ഗണപതി അമ്പലത്തിൽ മുട്ടുടയ്ക്കൽ എന്നൊരു പ്രക്രിയയുണ്ട്. അതായത് നമ്മൾ സർവ്വവിഘ്ന നിവാരണത്തിനും കാര്യസിദ്ധിക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു നാളികേരം 32 ഗണപതി എടുത്തും കാര്യങ്ങളെല്ലാം പറഞ്ഞ് പുറത്ത് വന്നിട്ട് ഒരു പ്രദക്ഷിണമായിട്ട്, അതായത് അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണമായിട്ട് ഉടച്ചിട്ട് പോകുന്നു. ഈ കാര്യം നടന്നതിന് ശേഷം വന്ന് 33
നാളികേരമായിട്ട് ഉടയ്ക്കുന്നു. മിക്ക ആൾക്കാരും തന്നെ, അതായത് ഒരു നാളികേരം ഉടച്ചിട്ട് പോകുന്ന എല്ലാ ആൾക്കാരും തന്നെ കാര്യം നടന്നതിന് ശേഷം 33 ഉടയ്ക്കുന്നത് പതിവാണ്. കൂടാതെ തന്നെ നമുക്ക് നവഗ്രഹങ്ങളുണ്ട്. നവഗ്രഹം നമ്മുടെ സർവ്വദോഷ നിവാരണത്തിനാണ് നവഗ്രഹ പൂജ നടത്തുന്നത്. കൂടാതെ സർപ്പദോഷത്തിന് വേണ്ടി സർപ്പ ആയില്യ പൂജയുണ്ട്, നാഗരൂട്ടുണ്ട്. എല്ലാം തന്നെ വളരെ ഭംഗിയായ രീതിയിലാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിന്റെ ചരിത്രം കേവലം കല്ലിലും മണ്ണിലും തീർത്തതല്ല, അത് വിശ്വാസത്തിന്റെ അതിശക്തമായ അടിത്തറയിൽ കെട്ടിപ്പടുത്തതാണ്. ദേവപ്രശ്ന വിധി പ്രകാരം ഏകദേശം 5000 വർഷത്തെ പഴക്കം ഈ പുണ്യഭൂമിക്കുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഒരു ബ്രഹ്മജ്ഞാനിയായ സന്യാസിയുടെ തപോഭൂമിയായിരുന്നു ഇവിടം. കാലാന്തരത്തിൽ പ്രകൃതിക്ഷോഭങ്ങളിലോ മറ്റോ ആ പുരാതന ക്ഷേത്ര സങ്കേതം മണ്ണിനടിയിൽ മറഞ്ഞുപോയി. പിന്നീട് 1950കളിലാണ് ഈ സ്ഥലത്തിന്റെ ആത്മീയ ചൈതന്യത്തെ വീണ്ടെടുക്കുന്ന സംഭവ പരമ്പരകൾ അരങ്ങേറുന്നത്. ചെങ്കൽ ഗ്രാമത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച കൃഷ്ണൻകുട്ടി എന്ന ബാലനിലൂടെയാണ് ഈ ക്ഷേത്രത്തിന്റെ പുനരുജ്ജീവനം സാധ്യമായത്. ബാല്യത്തിൽ തന്നെ വീടിന്റെ തെക്കുപടിഞ്ഞാറു ഭാഗത്ത് ധ്യാനത്തിലിരിക്കുക ഈ കുട്ടിയുടെ പതിവായിരുന്നു. ബാലൻ ധ്യാനിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ചിതൽപുറ്റു വളർന്നു വന്നു. മാതാപിതാക്കൾ പലതവണ അത് നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഓരോ തവണയും പൂർവാധികം ശക്തിയോടെ അത് വളർന്നു വന്നു. ഒടുവിൽ ആ പുറ്റിനുള്ളിൽ ശിവപാർവതിമാരുടെ സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയുകയും നാട്ടുകാർ പുറ്ററയ്ക്കൽ എന്ന് ഈ സ്ഥലത്തെ വിളിച്ചു തുടങ്ങുകയും ചെയ്തു. ആ ചെറിയ പുറ്റിൽ നിന്നും തുടങ്ങി പിന്നീടൊരു ഓലമേഞ്ഞ ഷെഡിലേക്കും അവിടുന്ന് ഇന്നത്തെ മഹാക്ഷേത്ര സമുച്ചയത്തിലേക്കും വളർന്ന ഈ ക്ഷേത്രത്തിന്റെ ചരിത്രം സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ ഇച്ഛാശക്തിയുടെയും സമർപ്പണത്തിന്റെയും കൂടെ ചരിത്രമാണ്. ഞാൻ കലാമണ്ഡലം ഡിജിത. 3 വർഷമായി ഞാൻ ഈ മഹാദേവ ക്ഷേത്രത്തിൽ സ്ഥിരമായി വരുന്നൊരു ഭക്തയാണ്. ഇവിടെ വന്ന് ആദ്യ ദിവസം തന്നെ നമുക്ക് പ്രത്യേകമായൊരു പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് തുടർന്നും എന്നും നമുക്ക് വരാനുള്ളൊരു എനർജിയും ഒരു ഉത്സാഹവും വരുന്നു. പ്രത്യേകിച്ച് ഒരു നർത്തകിയായി എനിക്ക് ശിവഭഗവാന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു വൈബ്രേഷനാണ് നമ്മുടെ നൃത്തത്തിൽ. അതുപോലെ തന്നെ ഇവിടെ എല്ലാ നവരാത്രിക്കും നമ്മുടെ ഉത്സവത്തിനും ഒക്കെ ഇവിടെ വലിയൊരു വേദി അവർ ഒരുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നർത്തകിമാർക്കും ഈ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. ഒരുപാട് വളർച്ച ഉണ്ടാവാൻ ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ശിവലിംഗം വളരെ പ്രത്യേകതയുള്ളതാണ്, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠ, പുള്ളുവാർപ്പാട്ട്, നാഗദോഷങ്ങൾ നിൽക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ വരണം. വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിന്നെയും നിങ്ങൾ ആവർത്തിച്ച് വരും എന്നതിൽ എനിക്ക് ഉറപ്പുണ്ട്. 2011 ക്ഷേത്രത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റാനുള്ള ബൃഹത്തായ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. കാഞ്ചീപുരം മഠാധിപതിയായിരുന്ന ജയേന്ദ്ര സരസ്വതി സ്വാമികളിൽ നിന്ന് സന്യാസം സ്വീകരിച്ച സ്വാമിജി തന്റെ തപോശക്തി മുഴുവൻ ഈ ക്ഷേത്ര നിർമ്മാണത്തിനായി വിനിയോഗിച്ചു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം സംശയലേശമന്യേ 111.2 അടി ഉയരമുള്ള മഹാശിവലിംഗമാണ്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം പിടിച്ച ഈ നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗങ്ങളിൽ ഒന്നാണ്. കേരളീയ വാസ്തുവിദ്യയുടെയും ദ്രാവിഡ ശൈലിയുടെയും ആധുനിക എഞ്ചിനീയറിംഗിന്റെയും അപൂർവമായ സംഗമമാണ് ഇവിടെ കാണാനാവുക. സാധാരണ ശിവലിംഗങ്ങൾ കല്ലിൽ കൊത്തിയെടുക്കുന്നവയാണെങ്കിൽ ഇവിടുത്തെ മഹാശിവലിംഗം ഉള്ളിലേക്ക് കടക്കാവുന്ന വിധം നിർമ്മിച്ച ഒരു ബഹുനില മന്ദിരമാണ്. സിലിണ്ടർ ആകൃതിയിലുള്ള ഈ നിർമ്മിതിക്ക് 8 നിലകളാണുള്ളത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഭീമാകാരമായ ഒരു ശിവലിംഗമായി തോന്നുമെങ്കിലും ഇതിന്റെ ഉള്ളിൽ അത്ഭുതങ്ങളുടെ ഒരു ലോകം തന്നെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. മഹാശിവലിംഗത്തിന്റെ വലിപ്പം മാത്രമല്ല, അതിനകത്ത് 108 ശിവലിംഗ പ്രതിഷ്ഠയുണ്ട്. അതായത് ആ 108 ശിവലിംഗ പ്രതിഷ്ഠ എന്ന് പറയുന്നത് പണ്ട് പരശുരാമ മഹർഷി ഭാരതത്തിനകത്ത് 108 ശിവാലയ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ആ 108 ശിവാലയത്തിലെയും പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട്. അത് പോയിട്ട് ഭഗവാന്റെ 64 രൂപമുണ്ട്. ആ 64 രൂപങ്ങളും ഈ 8 മുറിയിലായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ ഋഷീശ്വരന്മാരെ, ആ ഋഷീശ്വരന്മാരെ നമ്മൾ ഈ പോകുന്ന വഴി ഭാഗത്തിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ എന്തുകൊണ്ടും വളരെ ശ്രേഷ്ഠമായ അല്ലെങ്കിൽ വളരെ ദിവ്യമായ ഒരു പ്രതിഷ്ഠാ കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഉള്ളത്. പിന്നെ മാത്രമല്ല, ഈ പ്രതിഷ്ഠയെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കാണാതെ ഇരിക്കുന്നവർക്ക് അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യക്കേടെന്നാണ് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും വിശിഷ്ടമായി ഒരു സ്ഥലത്ത് വന്ന് ഇത്രയും കാര്യങ്ങൾ കണ്ടുപോകുന്ന മറ്റു ഒരു സ്ഥലത്തും ഉണ്ടാവില്ല, ഉറപ്പാണ്.
കാശി, ഗംഗോത്രി, ഋഷികേശ്, രാമേശ്വരം, ധനുഷ്കോടി, ബദരീനാഥ്, കൈലാസം തുടങ്ങിയ പുണ്യസ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന മണ്ണും ജലവും ചേർത്താണ് ഇതിന്റെ നിർമ്മാണ സാമഗ്രികൾ തയ്യാറാക്കിയതെന്നത് ഇതിന്റെ പവിത്രത വർദ്ധിപ്പിക്കുന്നു. 2012 ആരംഭിച്ച് 7 വർഷത്തോളം നീണ്ടുനിന്ന നിർമ്മാണത്തിനൊടുവിലാണ് ഈ വിസ്മയം പൂർത്തിയായത്. 30ഓളം ശില്പികൾ വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിൽ താമസിച്ച് രാപ്പകൽ അധ്വാനിച്ചാണ് ഈ ശിലാകാവ്യം രചിച്ചത്. ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലെ മഹാശിവലിംഗത്തിനുള്ളിലെ യാത്ര മനുഷ്യ ശരീരത്തിലെ ആത്മീയ ഊർജ കേന്ദ്രങ്ങളിലൂടെയുള്ള വിസ്മയകരമായ ഒരു തീർത്ഥാടനമാണ്. ദേവിയും ദേവനും ഒരേ പീഠത്തിൽ കിഴക്ക് ദർശനത്തിൽ വസിക്കുന്ന ഏക ക്ഷേത്രം ഇത് മാത്രമാണ്. കൂടാതെ നമുക്ക് 32 ഭാഗത്തുള്ള ഗണപതി അമ്പലമുണ്ട്, 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം നമുക്കിവിടെയാണുള്ളത്. നമുക്ക് ഇതിൽ കൂടി കയറി നമുക്ക് കൈലാസ ദർശനം നടത്താം. കൈലാസ ദർശനം കണ്ടതിന് ശേഷം ഹനുമാന്റെ ഉള്ളിൽ കൂടി കയറി വൈകുണ്ഠം കണ്ട് അഷ്ടലക്ഷ്മി വഴി നമുക്ക് വൈകുണ്ഠം കണ്ട് പിന്നെ ദേവലോകത്തിലേക്ക്. നമുക്ക് ലോകത്തിൽ എവിടെ ചെന്നാലും നമുക്കിത് കാണാൻ പറ്റാത്ത ഒരു ഇതാണ്. പ്രധാനമായിട്ട് നമുക്ക് ശിവരാത്രി ആഘോഷമാണ് വരുന്നത്. നമുക്ക് കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ 7ാമത് അതിരുദ്ര മഹായജ്ഞം കഴിഞ്ഞൊരു ക്ഷേത്രം കൂടിയാണ് ഇത്. നമുക്ക് ശിവരാത്രി ദിവസം നമുക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് നമുക്ക് വരുന്നത്. അതായത് ശിവാലയ ഓട്ടം കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ ഭക്തജനങ്ങളും തന്നെ ഇവിടെ ക്ഷേത്രത്തിൽ ദർശനം കഴിഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. യോഗശാസ്ത്ര പ്രകാരം മനുഷ്യ ശരീരത്തിലുള്ള ഷഡാധാരങ്ങളെയും സഹസ്രാര പത്മത്തെയും അടിസ്ഥാനമാക്കി 8 നിലകളിലായാണ് ഈ വിസ്മയ നിർമ്മിതി ഒരുക്കിയിരിക്കുന്നത്. ഓരോ നിലയും മനുഷ്യ ശരീരത്തിലെ യോഗശാസ്ത്രപരമായ ചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ആത്മീയ യാത്രയാണ് ഈ നിലകളിലൂടെ മുകളിലേക്കുള്ള പ്രയാണം സൂചിപ്പിക്കുന്നത്. ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ കാനനപാതയിലൂടെയോ ഗുഹയ്ക്കുള്ളിലൂടെയോ സഞ്ചരിക്കുന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിലാണ് ഇതിന്റെ ഉൾവശം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ നിലയും പ്രത്യേക നിറങ്ങളാലും പ്രതീകങ്ങളാലും സമ്പന്നമാണ്. പ്രത്യേകത എന്ന് പറയുന്നത് 32 ഭാവത്തിലുള്ള ഗണപതിയും മൂഷികനുമാണ്. ഇവിടെ വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നടക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നടന്നു കഴിഞ്ഞാൽ 33 തേങ്ങയാണ് ഇവിടെ വന്ന് ഉടയ്ക്കുന്നത്. 32 ഭാവം നടക്കാൻ വേണ്ടി 32 തേങ്ങ വരെ ഉടയ്ക്കാം. 1 തൊട്ട് 32 തേങ്ങ വരെ ഉടയ്ക്കാം. നടന്നു കഴിഞ്ഞാൽ 33 തേങ്ങ ഇവിടെ കൊണ്ടുവന്ന് ഉടയ്ക്കണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. രാജ്യത്ത് പല ഭാഗങ്ങളിലുള്ള ആളുകളും ഇവിടെ വന്ന് തൊഴുത് പോകുന്നുണ്ട്. ഏറ്റവും താഴെ ചുവപ്പ് നിറം ചാലിച്ച മൂലാധാര ചക്രത്തിൽ തുടങ്ങുന്ന യാത്രയിൽ 4 ഇതളുകളുള്ള താമരയുടെ രൂപം കാണാം. ഇത് മനുഷ്യന്റെ ഭൗതിക അസ്തിത്വത്തെയും കുണ്ടലിനി ശക്തിയുടെ ഉറവിടത്തെയും സൂചിപ്പിക്കുന്നു. തുടർന്നുള്ള നിലകളിൽ യഥാക്രമം ഓറഞ്ച് നിറത്തിലുള്ള സ്വാധിഷ്ഠാനവും മഞ്ഞ നിറം പൂശിയ മണിപൂരകവും ഭക്തനെ സ്വീകരിക്കുന്നു. യാത്ര 5ാം നിലയിലെ നീല നിറമുള്ള വിശുദ്ധിയിലേക്കും 6ാം നിലയിലെ ഇൻഡിഗോ നിറമുള്ള ആജ്ഞാചക്രത്തിലേക്കും എത്തുമ്പോൾ ആത്മീയമായ ഒരു ഉണർവ് അനുഭവവേദ്യമാകുന്നു. 7ാം നിലയിൽ വയലറ്റ് അഥവാ വെള്ള നിറത്തിൽ 1000 ഇതളുകളുള്ള സഹസ്രാരപത്മം വിടർന്നു നിൽക്കുന്നു. ഈ ആത്മീയ യാത്രയിലുടനീളം ഗുഹാമാർഗത്തിലുള്ള നടപ്പാതയിൽ ധ്യാന നിമഗ്നരായ ഋഷീശ്വരന്മാരുടെയും സന്യാസിമാരുടെയും ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ ഭക്തർക്ക് കൂട്ടിനുണ്ട്. കൂടാതെ പരശുരാമൻ പ്രതിഷ്ഠിച്ചതായി കരുതപ്പെടുന്ന കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന 108 ചെറു ശിവലിംഗങ്ങളും ഇവിടെ ദർശിക്കാം. ഓരോ നിലയുടെയും മധ്യഭാഗം ധ്യാനത്തിനായി പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്നതിനാൽ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി ശാന്തമായി ഈശ്വര ചിന്തയിൽ മുഴുകാൻ ഓരോ സന്ദർശകനും ഇവിടെ അവസരമൊരുക്കിയിട്ടുണ്ട്. മഹാശിവലിംഗത്തിന്റെ ഏറ്റവും മുകളിലെ നിലയായ 8ാം നില കൈലാസം എന്നറിയപ്പെടുന്നു. ഇവിടെ ഹിമവാനെ ഓർമ്മിപ്പിക്കുന്ന തണുത്ത അന്തരീക്ഷത്തിൽ സഹസ്രാര പത്മത്തിൽ ഉപവിഷ്ടരായ ശിവന്റെയും പാർവതിയുടെയും പ്രതിഷ്ഠയാണുള്ളത്. ഒരേ പീഠത്തിൽ ശിവനും ശക്തിയും ഇരിക്കുന്നത് അത്യപൂർവമായ കാഴ്ചയാണ്. അർദ്ധനാരീശ്വര സങ്കല്പത്തിന് തുല്യമായ എന്നാൽ പൂർണ്ണ രൂപത്തിലുള്ള ശിവപാർവതി ദർശനം ദാമ്പത്യ ഭദ്രതയ്ക്കും ഐശ്വര്യത്തിനും ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏറ്റവും താഴത്തെ നിലയിൽ പൃഥ്വിചക്രത്തിനുള്ളിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ ഭക്തർക്ക് സ്വയം പൂജയും അഭിഷേകവും നടത്താം. ഇവിടെ മെയിനായിട്ട് വരുന്നത് ശിവരാത്രി മഹോത്സവമാണ്. ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ. അത് ഞാൻ വർഷങ്ങളായിട്ട് വരാറുള്ള ഒരാളാണ്. ഇവിടെ അതിൻ്റെ പൂർവ്വീയ ക്ഷേത്രം മുതൽ ഇവിടെ സ്ഥിരം വരാറുള്ള ഒരാളാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈടക്കാലത്ത് തന്നെ ശിവലിംഗവും ഏറ്റവും ഏഷ്യയിലെ ലാർജസ്റ്റ് ആയിട്ടുള്ള ശിവലിംഗവും അതിനനുബന്ധപ്പെട്ട ഹനുമാന്റെ പ്രതിഷ്ഠ ഈ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. മുമ്പ് ഈ പഴയ ക്ഷേത്രം പുതിയ ക്ഷേത്രം വരുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്ഥിരം വരുന്ന ഒരാളായിരുന്നു. അത് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നു ആ കാര്യം നടക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും വിശ്വാസം ഭക്തജനങ്ങളുടെ. അത് ഇവിടെ നിന്ന് ഇപ്പം വിദേശികൾ ഉൾപ്പെടെ പല ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. അവിടെ എല്ലാം പ്രതീക്ഷ നമ്മൾ സ്വാമിയിൽ അർപ്പിക്കുന്ന വിശ്വാസം നിറവേറും എന്നുള്ളത് തന്നെയാണ്. വരാറുണ്ട്, വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടുത്തെ ശിവലിംഗമാണെങ്കിലും ഗണപതി ഭഗവാനാണെങ്കിലും മഹാദേവനാണെങ്കിലും
വളരെ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്ന ആളാണ്. അതുപോലെ തന്നെ പല ദേശങ്ങളിൽ നിന്നും വിദേശികളാണെങ്കിലും ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് എത്തുന്നുണ്ട്. ജാതിമത ഭേദമന്യേ എല്ലാവരും തന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ സ്ഥിരം വരാറുണ്ട്. വന്നൊരു പോസിറ്റീവ് എനർജി, നമുക്ക് എന്തെങ്കിലും വിഷമമായിട്ട് വന്നാലും നമുക്ക് നന്നായിട്ട് സങ്കടങ്ങളൊക്കെ മാറി നല്ലൊരു പോസിറ്റീവ് വൈബ് ഇവിടെ വരുമ്പോൾ കിട്ടും. ജാതി മതഭേദമന്യേ ഇടനിലക്കാരില്ലാതെ ഭക്തൻ ഈശ്വരനുമായി സംവദിക്കാൻ കഴിയുന്ന ഈ രീതി ഓരോ മനുഷ്യനിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന അദ്വൈത തത്വത്തിന്റെ പ്രായോഗിക രൂപമാണ്. നിത്യപൂജകൾക്ക് പുറമെ അതിവിപുലവും ഭക്തി നിർഭരവുമായ ഉത്സവങ്ങളാണ് ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തെ എപ്പോഴും സജീവമാക്കി നിർത്തുന്നത്. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷം മഹാശിവരാത്രിയാണ്. അന്ന് ദൂരദേശങ്ങളിൽ നിന്നു പോലും ആയിരക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുകയും ക്ഷേത്രാങ്കണം രുദ്രയജ്ഞം, അഖണ്ഡനാമജപം എന്നിവയാൽ മുഖരിതമാവുകയും ചെയ്യുന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന വിശേഷാൽ പൂജകളും എഴുന്നള്ളത്തും ഈ പുണ്യഭൂമിയെ ഭക്തിയുടെ പരകോടിയിലെത്തിക്കുന്നു. വൃശ്ചിക മാസത്തിൽ 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡലച്ചിറപ്പ് ഉത്സവമാണ് മറ്റൊരു പ്രധാനം. ഇതോടൊപ്പം തന്നെ വിദ്യാരംഭത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നവരാത്രി ആഘോഷങ്ങളും ഇവിടെ വിപുലമായി നടന്നുവരുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ സ്ത്രീകൾക്കായി പ്രത്യേക പൂജകളും സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന തിരുവാതിര കളിയും അരങ്ങേറാറുണ്ട്. ക്ഷേത്രത്തിലെ 32 ഗണപതി ഭാവങ്ങളെ മുൻനിർത്തി നടത്തുന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വിഘ്ന നിവാരണത്തിനായി ഭക്തർ ഏറെ ആശ്രയിക്കുന്ന ഒന്നാണ്. മുട്ടുടയ്ക്കൽ, ദാമ്പത്യ ഐക്യത്തിനായുള്ള ഉമാമഹേശ്വര പൂജ എന്നിവയും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഉൾപ്പെടുന്നു. ഈ ഉത്സവങ്ങളും ആരാധനാക്രമങ്ങളും ക്ഷേത്രത്തിന്റെ ആത്മീയ ചൈതന്യത്തെ ഓരോ ഭക്തന്റെയും ഹൃദയത്തിലേക്ക് ആഴത്തിലെത്തിക്കുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അത് കാലാന്തരത്തിൽ പ്രകൃതിക്ഷോഭം മൂലം എല്ലാം നശിക്കപ്പെട്ടു പോയി. പിന്നെ എൻ്റെ ജനനത്തോടുകൂടെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ആവിർഭാവം വീണ്ടും ആരംഭിക്കുന്നത്. പണ്ട് ഈ ക്ഷേത്രവും ഇതിൻ്റെ പരിസര ഭാഗങ്ങളിലും ഉള്ള എല്ലാം പറയുന്നത് തുരുത്തിക്കുടി മഠം എന്നായിരുന്നു. അപ്പോൾ ഇന്ന് മഠത്തിലുള്ള ആരും ഇവിടെ ഇല്ല. അവരെല്ലാം ഇവിടെ നിന്ന് പലായനം ചെയ്തു പോയി. അവർ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ണി എന്നുള്ള രീതിയിൽ ഇവിടെ ഇപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീധരൻ തന്ത്രികൾ പണ്ട് ഇവിടെ ദേവപ്രസനം വെച്ചു. ആ സമയത്തും അദ്ദേഹം പറഞ്ഞു 5000 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുണ്ടായിരുന്ന ക്ഷേത്രമാണ് ഇത്. അന്നും ഇവിടെ ശിവനും പാർവതിയും മുരുകനും ഗണപതിയും അവർക്കെല്ലാം പൂജകളും കാര്യങ്ങളും എല്ലാം നടന്നു വന്നു. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വ്യാപ്തി തന്നെ ഇവിടുത്തെ ഇതിൻ്റെ ആറാട്ട് കടവായ കാഞ്ഞിരമൂട്ട് കടവ് വരെ വ്യാപിച്ച് കിടന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ കാര്യങ്ങൾ നടത്തി. ഈ പുനരുദ്ധാരണത്തിൻ്റെ കാര്യങ്ങൾ നടത്തിയപ്പോൾ നമ്മൾ ഇവിടെ കുഴി ഒക്കെ എടുത്ത സമയത്ത് ചുറുക്ക് ചാന്ത് കെട്ടിയ കെട്ടുകളെല്ലാം നമുക്ക് കാണാൻ ഇടയുണ്ടായി. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ ക്ഷേത്രം ഇങ്ങനെ കല്ലുകൊണ്ടുള്ള പണിയും മരവും കല്ലും മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പണി നടത്തി. അപ്പോൾ അങ്ങനെ ആ പണി നടന്ന് കഴിയുന്ന വിധത്തിൽ, അതായത് 2010 തന്നെ ഈ ശിവക്ഷേത്രത്തിൻ്റെയും അതോടൊപ്പം ഒരു മഹാശിവലിംഗത്തിൻ്റെയും പണി നടന്നു. അപ്പോൾ ഈ മഹാശിവലിംഗത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും പണി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ ഇന്ത്യയിലുള്ള എല്ലാ ക്ഷേത്രങ്ങളും സന്ദർശിച്ചു. കേരളത്തിലുള്ള ക്ഷേത്രങ്ങളെല്ലാം സന്ദർശിച്ചു. അപ്പോൾ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊരു പണി ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് ഭഗവാൻ തോന്നിപ്പിച്ചു. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഈ വേറിട്ടൊരു രീതിയിലുള്ള ഒരു പണിത്തരങ്ങളെല്ലാം ചെയ്ത് ക്ഷേത്രം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ മഹാശിവലിംഗം ചെയ്യണമെന്ന് വിചാരിച്ചു. ആ മഹാശിവലിംഗത്തിനകത്ത് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ കാര്യങ്ങൾ തുടക്കത്തിലെ തന്നെ ഈ ശിവക്ഷേത്രത്തിനും ഈ മഹാശിവലിംഗത്തിനും ഗർഭന്യാസം എന്ന് പറഞ്ഞുകൊണ്ടൊരു പൂജ എല്ലാം നടത്തിയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 7 സപ്ത മലകളിലെ മണ്ണ് പാറ കഷ്ണങ്ങൾ, സപ്ത നദീ തീർത്ഥ ജലഭാവങ്ങൾ ഇതെല്ലാം കൊണ്ടുവന്ന് പിന്നെ ഒരു 64 കൂട്ടം ഐറ്റം മരുന്നുകളുടെ കൂട്ടും എല്ലാം കൂടെ ചെമ്പ് പാത്രത്തിൽ നിക്ഷേപിച്ച് അതിന് ആദ്യം പ്രതിഷ്ഠയായിട്ട് ചെയ്തിട്ടാണ് ഈ ശിവലിംഗത്തിൻ്റെയും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെയും പണി ആരംഭിച്ച് തുടങ്ങിപ്പോയത്.
ഇപ്പോൾ ശിവലിംഗത്തിലാണെങ്കിൽ ഒരു മനുഷ്യ ശരീരത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ശിവലിംഗം ചെയ്യുന്നത്. അതിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഗത, ജ്ഞാനശുദ്ധി എന്നുള്ള 6 ചക്രങ്ങൾ. പിന്നെ ഏറ്റവും മുകളിൽ പോകുമ്പോൾ കൈലാസം. ആ കൈലാസത്തിൽ നിന്ന് നേരെ വൈകുണ്ഠത്തിലേക്ക് ഇറങ്ങുന്ന ഭാവത്തിനാണ് ആഞ്ജനേയ സ്വാമിയുടെ അകത്തൂടെയാണ് ഇറങ്ങിപ്പോകുന്നത്. അത് ഇറങ്ങിപ്പോയിട്ട് ഇത് അഷ്ടലക്ഷ്മികളെ തൊഴുത് പോകുമ്പോൾ അനന്തശയനം കാണാം. അനന്തശയനവും കഴിഞ്ഞ് പോകുമ്പോൾ ദേവലോകം കാണാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പണിത്തരം മറ്റ് ലോകത്തിലൊരിടത്തും ഇങ്ങനെയുള്ള ഒരു കാഴ്ച കാണാനായിട്ട് പറ്റില്ല. ഇപ്പോൾ തന്നെ പല സ്റ്റേറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അതുപോലെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആൾക്കാർ ഇത് അറിഞ്ഞ് വരുന്നു, കാണുന്നു. അങ്ങനെ ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു പ്രതിഷ്ഠാ സംവിധാനങ്ങളും കാര്യമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനെല്ലാം പുറമെ ഇവിടെ എല്ലാ ദിവസവും ഗണപതി ഹോമം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് 57 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ ഗണപതി ഹോമം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ആ ഗണപതിയുടെ ഭാവത്തിൻ്റെ ഇന്ന് നമ്മളിപ്പോൾ ഒരു 32 ഭാവത്തിലെ ഗണപതി ചെയ്തിട്ടുണ്ട്. ആ 32 ഭാവത്തിലെ ഗണപതി എന്ന് പറയുമ്പോൾ ബാലഗണപതി, തരണഗണപതി, വൈദ്യഗണപതി, വീരഗണപതി, ശക്തിഗണപതി, ദ്വിജഗണപതി, സിദ്ധിഗണപതി, ഉച്ഛിഷ്ടഗണപതി, വിഘ്നഗണപതി, ക്ഷിപ്രഗണപതി, ഹേരംബഗണപതി, ലക്ഷ്മീ ഗണപതി, മഹാഗണപതി, വിജയഗണപതി, നർത്തഗണപതി, ഓർത്തഗണപതി, ഏകാക്ഷര ഗണപതി, വരഗണപതി, ത്രിയക്ഷര ഗണപതി, ക്ഷിപ്രപ്രസാദ ഗണപതി, ഹരിദ്രാഗണപതി, ഏകദന്ത ഗണപതി, സൃഷ്ടി ഗണപതി, ഉദ്ദണ്ഡ ഗണപതി, ഋണമോച ഗണപതി, ഗുണ്ഡി ഗണപതി, ദിമു ഗണപതി, തൃമു ഗണപതി, സിംഹ ഗണപതി, യോഗ ഗണപതി, ദുർഗാ ഗണപതി, സങ്കടഹര ഗണപതി. അപ്പോൾ അങ്ങനെ ആ 32 ഭാവത്തിലെ ഗണപതി ഭാവത്തിനെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അത് വന്ന് പ്രാർത്ഥിച്ച് ചെയ്യുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്ന ഒരു ഭാവമാണ് ഇവിടുത്തെ. അങ്ങനെ ഉള്ള വിഘ്നേശ്വരന്മാർ. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിനകത്ത് 12 ജ്യോതിർലിംഗങ്ങൾ. അതായത് നമ്മൾ 1-2 മാസം ഇന്ത്യ മുഴുവനും സഞ്ചരിച്ചാൽ മാത്രമേ ആ ജ്യോതിർലിംഗങ്ങൾ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷേ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുതിട്ട് ആ ചുറ്റമ്പലത്തിനകത്തൂടെ കറങ്ങി വരുമ്പോൾ തന്നെ 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. സോമനാഥലിംഗം, മല്ലികാർജുനലിംഗം, മഹാകാളേശ്വരലിംഗം, ഓങ്കാരേശ്വരലിംഗം, വൈദ്യനാഥലിംഗം, ഭീമാശങ്കരലിംഗം, രാമേശ്വരലിംഗം, നാഗേശ്വരലിംഗം, കാശി വിശ്വനാഥലിംഗം, ത്രയംബകേശ്വരലിംഗം, കേദാരേശ്വരലിംഗം, കൃഷ്ണേശ്വരലിംഗം. അങ്ങനെ 12 ജ്യോതിർലിംഗ പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ഈ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം. പിന്നെ ഉള്ള ഏറ്റവും വലിയൊരു വിശേഷം എന്ന് പറയുന്നത് ഇവിടെ ഒരു വിശ്വശാന്തി പീഠം നിർമ്മിച്ചിട്ടുണ്ട്. അതായത് വിശ്വശാന്തി പീഠം എന്ന് പറഞ്ഞാൽ അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരിടം. അത് ഒരു സ്ഥലത്തും അങ്ങനെയുള്ള ഒരു സംഭവമില്ല. പക്ഷേ ഇവിടെ മാത്രമേ അങ്ങനെ ലോകശാന്തി പീഠം എല്ലാവർക്കും വേണ്ടിയിട്ട് ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരിടം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് വിശിഷ്ടമായ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരു അമ്പലമാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ശിവരാത്രിയാണ്. ശിവരാത്രിക്ക് ഈ അതിരുദ്ര മഹായജ്ഞമാണ് നടക്കുന്നത്. ഇവിടെ മഹാരുദ്രം തുടങ്ങിയിട്ട് 23 വർഷമായി. അതിരുദ്രം തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് 7ാമത്തെ വർഷമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും വിശേഷാൽ ഭഗവാന്റെ എല്ലാവിധ പൂജാകർമ്മങ്ങളും ഇവിടെ നടക്കുന്നു. പിന്നെ 144 വർഷത്തേക്കുള്ളിൽ ഒരിക്കൽ ചെയ്യുന്ന ജയാബലി എന്നുള്ള പൂജ വരെ ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പൂജകളും ഇവിടെ നടത്തുന്നുണ്ട്. ചെങ്കൽ എന്ന ഗ്രാമത്തിന്റെ മുഖഛായ തന്നെ മാറ്റിയെഴുതാൻ ഈ ക്ഷേത്രത്തിന് കഴിഞ്ഞു. തമിഴ്നാട് അതിർത്തിയിലുള്ള ഈ പ്രദേശം ഇന്ന് ദക്ഷിണേന്ത്യയിലെ പ്രധാന ടൂറിസം തീർത്ഥാടന ഭൂപടത്തിൽ ഇടം നേടിയിരിക്കുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്നദാന മണ്ഡപം വിശക്കുന്നവർക്കെന്നും ആശ്വാസമാണ്. ക്ഷേത്ര നിർമ്മാണത്തിൽ പ്രാദേശികരായ നിരവധി കലാകാരന്മാർക്കും തൊഴിലാളികൾക്കും തൊഴിൽ ലഭിച്ചു. മതത്തിനപ്പുറം കലയുടെയും സംസ്കാരത്തിന്റെയും ഒരു കേന്ദ്രമായി ക്ഷേത്രം മാറിയിരിക്കുന്നു. ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലെ നിഗൂഢതകളും സവിശേഷതകളും കേവലം ആചാരങ്ങളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അത്യപൂർവമായ ശില്പകലയുടെയും ആത്മീയ ശാസ്ത്രത്തിന്റെയും സമന്വയമാണ്. മഹാശിവലിംഗത്തിന് പുറമെ ഭക്തരെ അത്ഭുതപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് ചുറ്റമ്പലത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായി വിന്യസിച്ചിരിക്കുന്ന ഗണപതിയുടെ 32 വ്യത്യസ്ത ഭാവങ്ങളാണ്. ബാലഗണപതിയിൽ തുടങ്ങി തരുണ, ഭക്തി, വീര, ശക്തി ഭാവങ്ങൾ കടന്ന് യോഗ ഗണപതിയിൽ അവസാനിക്കുന്ന ഈ പ്രതിഷ്ഠകൾ
ഒരേ സങ്കേതത്തിൽ ദർശിക്കാൻ കഴിയുന്നത് ഭാരതത്തിൽ തന്നെ വിരളമാണ്. മനുഷ്യന്റെ മാനസികാവസ്ഥയെയും ജീവിതഘട്ടങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഈ രൂപങ്ങൾ വിശ്വാസികൾക്ക് സവിശേഷമായൊരു ആത്മീയ അനുഭവം പ്രദാനം ചെയ്യുന്നു. ഇതിനു പുറമെ ഭാരതത്തിന്റെ വിവിധ കോണുകളിലായി ചിതറിക്കിടക്കുന്ന 12 ജ്യോതിർലിംഗങ്ങളുടെയും കൃത്യമായ മാതൃകകൾ ഇവിടെ പുനർസൃഷ്ടിച്ചിട്ടുണ്ട്. സോമനാഥും കേദാർനാഥും കാശി വിശ്വനാഥനും ഉൾപ്പെടെയുള്ള പവിത്രമായ 12 ശിവചൈതന്യങ്ങളെയും ഒരേ മണ്ണിൽ ഒരേ സമയം തൊഴുതുവണങ്ങാൻ സാധിക്കുന്നത് വലിയൊരു പുണ്യമായാണ് ഭക്തർ കണക്കാക്കുന്നത്. മഹാശിവലിംഗത്തിനുള്ളിലെ ഗുഹാസമാനമായ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉരുവിടുന്ന ഓംകാരധ്വനികളും മന്ത്രങ്ങളും സവിശേഷമായ രീതിയിൽ പ്രതിധ്വനിക്കുകയും ആ പ്രകമ്പനങ്ങൾ ശരീരത്തിലെ സൂക്ഷ്മ ഊർജ ചക്രങ്ങളെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നുവെന്നത് ഇവിടം സന്ദർശിക്കുന്നവർ സാക്ഷ്യപ്പെടുത്തുന്ന അത്ഭുതകരമായ അനുഭവമാണ്. പാരമ്പര്യ തനിമ ചോരാതെ തന്നെ ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ സൗകര്യങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. വിശാലമായ പാർക്കിംഗ്, വൃത്തിയുള്ള ശുചിമുറികൾ, പൂന്തോട്ടം, കുട്ടികൾക്കുള്ള കളിസ്ഥലം എന്നിവ ക്ഷേത്ര ദർശനം ഒരു കുടുംബയാത്രയ്ക്ക് അനുയോജ്യമാക്കുന്നു. വാസ്തുശാസ്ത്രപരമായി പഞ്ചപ്രകാര രീതിയിലാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത്. കിഴക്കേ ഗോപുരത്തിന് മുന്നിലായി നിൽക്കുന്ന ഭീമാകാരമായ നന്ദികേശ വിഗ്രഹം മറ്റൊരാകർഷണമാണ്. നന്ദിയുടെ കാതുകളിൽ രഹസ്യമായി ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ്. അടുത്തിടെ പണി കഴിപ്പിച്ച 80 അടി ഉയരമുള്ള വൈകുണ്ഠം എന്ന നിർമ്മിതിയും ശ്രദ്ധേയമാണ്. ഇതിനു മുകളിലായി ഹനുമാൻ സ്വാമിയുടെ 64 അടി ഉയരമുള്ള വിഗ്രഹവും ക്ഷേത്ര സമുച്ചയത്തിന്റെ മാറ്റുകൂട്ടുന്നു. ക്ഷേത്രഭരണം നിർവഹിക്കുന്നത് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ്. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം മനുഷ്യ ശരീരത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും സൂക്ഷ്മമായ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു മഹാപാഠശാലയാണ്. താഴെ മണ്ണിൽ ചവിട്ടി നിന്ന് മൂലാധാരത്തിൽ തുടങ്ങി പടിപടിയായി ഉയർന്ന് ഒടുവിൽ കൈലാസത്തിൽ പരമമായ സത്യത്തിൽ എത്തിച്ചേരാനുള്ള മനുഷ്യന്റെ അനന്തമായ പ്രയാണത്തെയാണ് ഈ ക്ഷേത്രം പ്രതീകവൽക്കരിക്കുന്നത്. 12 മഹാരുദ്രം കഴിഞ്ഞാണ് ഒരു അതിരുദ്രം ചെയ്യേണ്ടത്. പക്ഷേ അതിനേക്കാളും കൂടുതൽ മഹാരുദ്രങ്ങൾ കഴിഞ്ഞാണ് നമ്മളൊരു അതിരുദ്രം തുടങ്ങിയത്. അങ്ങനെ ഇതിപ്പോൾ 7ാമത്തെ അതിരുദ്രമാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജകളിലൊന്നാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ നിഷ്ഠയോടുകൂടെയും കാര്യമായിട്ട് ചെയ്യുന്ന ഒരു പൂജാകർമ്മങ്ങളാണ്. ഈ എല്ലാ കാര്യങ്ങളിലും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ അണുവിടെ പിഴകില്ലാതെ ചെയ്യുന്ന ഒരേ ഒരു ക്ഷേത്രം ഇത് മാത്രമേ ഉള്ളൂ എന്ന് തീർത്തും പറയാൻ പറ്റും. അങ്ങനെ ഇതിൻ്റെ എല്ലാ രീതിയിലും എല്ലാ പൂജാതി കർമ്മങ്ങളും ഭംഗിയായി നടന്നു പോകുന്നു. അത് ഇനിയും മേലും അങ്ങനെ തന്നെ ആകണം എന്നാണ് നമ്മളെ ഉദ്ദേശം. അത് ഭഗവാൻ ഇത് ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഭഗവാന്റെ നേരിട്ടുള്ള പ്രത്യക്ഷമായ ഒരു അനുഭവ രീതിയാണ് ഇവിടെ കാണുന്നത്. കല്ലിൽ കൊത്തിയ കവിത പോലെ മനോഹരമായ ഈ ക്ഷേത്രം വരും തലമുറകൾക്ക് ഭാരതീയ വാസ്തുവിദ്യയുടെയും സനാതന ധർമ്മത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ഒരു സ്മാരകമായി നിലകൊള്ളും. കൃഷ്ണശിലയുടെ തണുപ്പും മനസ്സിനെ പുണരുന്ന കുളിർമയും ഉള്ളിൽ നിറയുന്ന ഓംകാരധ്വനിയുമായി ചെങ്കൽ മഹേശ്വരത്ത് നിന്ന് മടങ്ങുന്ന ഓരോ ഭക്തനും തന്നോടൊപ്പം കൊണ്ടുപോകുന്നത് ഒരു പിടി നല്ല ഓർമ്മകൾ മാത്രമല്ല, നവീകരിക്കപ്പെട്ട ഒരു മനസ്സ് കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.